മത്തായി പറഞ്ഞ പോലെ മയിലാണ്. സോളമ ഉത്തരം മുട്ടുമ്പോൾ തെറി പറയാൻ എനിക്കറിയില്ല സോളമ. സോളമ ലാസ്റ്റ് വീട്ടിൽ നിന്ന് ഒരു ഡോക്ടറായിട്ട് വന്നിട്ടുണ്ടല്ലോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒറ്റയ്ക്ക് ഉത്തരം പറയാൻ പറ്റായിട്ടാണോ ഡോക്ടറായിട്ട് വന്നത്? ഡോക്ടർ വലിയൊരു ലിസ്റ്റ് വന്നിട്ടുണ്ട് സോളമ. ഞാൻ ആദ്യം കേൾക്കട്ടോ നമുക്ക്. ഇത് കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും, കാരണം ഡോക്ടർ വലിയൊരു കമൻ്റ് ഇട്ടെ. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഡോക്ടറെ, വന്നവനും നിന്നവനും ഒന്നായ സ്ഥിതിക്ക് ഇപ്പം ഞാൻ തന്നെ വില്ലൻ അല്ലേ ഡോക്ടറെ? ഞാൻ എന്താ വീട്ടിൽ പറഞ്ഞ് കാർബോഹൈഡ്രേറ്റ് നമുക്ക് എനർജി അല്ലാതെ ഗ്ലൂക്കോസ് അല്ലാതെ വേറെ എന്ത് ഫംഗ്ഷനാണ് ചെയ്യുന്നത്? ഞാൻ എന്താ പറഞ്ഞു? കാർബോഹൈഡ്രേറ്റ് നമുക്ക് ആവശ്യമുണ്ടെന്നാണോ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് നമുക്ക് ആവശ്യമുണ്ടെന്നാണോ? ഓക്കെ, ഡോക്ടറിന് എന്താണ് എസെൻഷ്യൽ എന്നറിയാം. ഓൾറെഡി കുറേ വീഡിയോ പറഞ്ഞിട്ട് ആൾക്കാർ കേട്ട് മടുത്തിട്ടുണ്ട്. ഇതാണ് എസെൻഷ്യൽ. ഇതിൽ എസ് വേണ്ട, എൽ വരെ കൂട്ടിയത്. എസെൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് വേണം, പക്ഷേ ബോഡി ഉൽപ്പാദിപ്പിക്കുന്നില്ല, പുറത്തുനിന്ന് ഫുഡിൽ നിന്ന് കിട്ടിയേ പറ്റും. പ്രോട്ടീൻ എസെൻഷ്യലാണോ? നമ്മുടെ ബോഡിക്ക് വേണ്ട ഒരുവിധ എല്ലാ കാര്യങ്ങളും പ്രോട്ടീൻ നമ്മുടെ ബോഡി ഒന്ന് ഉൽപ്പാദിപ്പിക്കണം. പക്ഷേ മസിൽ ബിൽഡിങ് ആൻഡ് മസിൽ റിപ്പയറിനുള്ള പ്രോട്ടീൻ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് നിർത്തേ പറ്റും. ഇനി അടുത്തത് ഫാറ്റ് ഒരുവിധമൊക്കെ നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഫാറ്റ് നമുക്ക് പുറത്ത് നിർത്തേ പറ്റും. കാർബോഹൈഡ്രേറ്റ് നമുക്ക് ആവശ്യമുണ്ടോ? നമുക്ക് ബോഡിക്ക് വേണ്ട ഗ്ലൂക്കോസ് നമ്മുടെ ബോഡി ആടി ഉൽപ്പാദിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഫാറ്റ് നമുക്ക് തരുന്നുണ്ട്. ഇനി ഡോക്ടർ എന്ന അടുത്ത കമൻ്റ് ഇട്ട് എസ്കിമോസ്. ഓക്കെ, ഇവർ കാർബോഹൈഡ്രേറ്റ് എടുക്കാതെ അവർക്ക് വലിയ ജോലിയൊന്നും ഇല്ലായിട്ടാണ്. അവർ നല്ല അധ്വാനിക്കുന്ന ടീമാണ്. പക്ഷേ അവിടെ ഗ്രീനറി ഇല്ലാത്തതുകൊണ്ടാണ് ഡോക്ടറെ അവിടെ കാർബ്സ് ഇല്ലാത്തത്. അത് മനസ്സിലാക്കുക ഡോക്ടർ. ഞാൻ അടുത്തൊരു കമൻറ്റ് നോക്കിയിട്ട് വരാം. ഡോക്ടറെ ആ കമൻറ്റ് ഇട്ടിട്ട് ചിരി വന്നിട്ട് പോയി. ഡോക്ടർ എന്താ പറഞ്ഞത്? മീറ്റിൽ കാർബ്സ് ഇടുന്നു, ചിക്കനിൽ കാർബ്സ് ഇടുന്നു. ഡോക്ടറെ, എൻ്റെ പൊന്നു ഡോക്ടറെ, ഡോക്ടർ ആയതാണെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ച ട്രെയിനർമാർ മാത്രമാണ് ഇങ്ങനെ മിത്ത് പറഞ്ഞു കൊടുക്കുന്നത്. കാർബ്സ് എന്ന് പറയുന്നത് അത് ഫോട്ടോസിന്തസിസ് ആണ് ഡോക്ടറെ. നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്ന് എനർജി എടുത്തിട്ട് അത് സ്റ്റാർച്ച് ആയിട്ടും കാർബോഹൈഡ്രേറ്റ് ആയിട്ടും വേരുകളിലും ഫലങ്ങളിലും ചെടികളിലും അത് സേവ് ചെയ്ത് വെക്കുന്നതാണ് കാർബ്സ് എന്ന് പറയുന്നത്. എൻ്റെ പൊന്നു ഡോക്ടർ ഒരു കാര്യം പറഞ്ഞുതരാം. കാർബ്സ് എന്ന് പറയുന്നത് ഫാറ്റ് പോലത്തെ ഒരു ന്യൂട്രിയൻ്റ് ആണ്. കാർബ്സും ഗ്ലൂക്കോസും രണ്ട് മോളിക്കുള്ള ഡോക്ടറെ. ദയവ് ചെയ്ത് ഇനി മണ്ടത്തരം പറയല്ലേ പ്ലീസ് ഡോക്ടറെ. നമ്മുടെ ബോഡിയിൽ അത് ഗ്ലൈക്കോജനായിട്ട്, ലിവർ ഗ്ലൈക്കോജനായിട്ട്, മസിൽ ഗ്ലൈക്കോജനായിട്ടാണ് സേവ് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ ഒരു ചിക്കൻ തന്നെ വേണ്ട, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ATP പ്രൊഡക്ഷൻ നിൽക്കും. എന്നിട്ട് നമ്മൾ സ്റ്റിഫാവുന്ന സമയത്ത് ഈ ഗ്ലൈക്കോജൻ ഡിപ്ലീസ് ടൈപ്പ് പോകും. എന്നാണ് റിഗർ മോർട്ടിസ് എന്ന് പറയും. ചില സമയത്ത് പ്രൊനൗൺസിയേഷൻ വല്ല വ്യത്യാസം ഉണ്ടാകും. ഇനിയെങ്കിലും ദയവ് ചെയ്തിട്ട് ഈ മീറ്റിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടെന്ന് പറയരുത്. അയ്യോ അത് പോട്ടെ, എന്നിട്ട് ഒരു ന്യൂറോ സർജൻ വന്നിട്ട് അതിന് ട്രൂ ആണ് ആൻസർ, അത് പറഞ്ഞത് ശരിയാണ്. പിന്നെ ന്യൂറോ സർജൻ എന്നൊക്കെ പറയുന്നത് ദൈവതുല്യമായിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഈ ഡോക്ടറാണ് ഇങ്ങനെ പറയുന്നത്. ഡോക്ടറിൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഡോക്ടർ പറഞ്ഞല്ലോ അല്ലേ, ബ്രെയിൻ ഫംഗ്ഷൻ വേണ്ടിയിട്ട് നമുക്ക് 120 ഗ്രാം. എൻ്റെ പൊന്ന് ഡോക്ടറെ, 3 മാസം മുമ്പ് എൻ്റെ ഫ്രണ്ട് ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡോക്ടറിൻ്റെ പ്രശ്നം എന്താ അറിയോ? ഇപ്പം അത് കാർബോഹൈഡ്രേറ്റ് നമുക്ക് എസെൻഷ്യൽ അല്ല എന്ന് അങ്ങോട്ട് പറയാൻ വയ്യ. പണ്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് ഗുണങ്ങൾ പറഞ്ഞ അവസ്ഥയിൽ ഇപ്പം അതിന് സമ്മതിക്കാൻ വയ്യ കാർബോഹൈഡ്രേറ്റ് വേണ്ടാന്ന്. അതിൻ്റെ ഡോക്ടർ ആ വീഡിയോ ഒന്ന് കാണും. കോച്ച്, ഒരാൾക്ക് 130 ഗ്രാം കാർബോ എസെൻഷ്യൽ ആണല്ലോ. ഇതാണ് നമ്മുടെ നാട് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. ഒരിക്കലും കാർബോഹൈഡ്രേറ്റ്സ് എസെൻഷ്യൽ അല്ല, ഗ്ലൂക്കോസ് എസെൻഷ്യൽ ആണ്. 130 ഗ്രാം എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷേ അത് നിങ്ങളെ ലിവറിന് ഈസി ആയിട്ട് ഗ്ലൂക്കോനിയോജെനിസിസ് പ്രോസസ്സിലൂടെ അമിനോ ആസിഡ് ത്രൂവും ഗ്ലിസറോൾ ത്രൂവും ഉണ്ടാക്കാൻ പറ്റും. ഈ ഗ്ലിസറോൾ എന്ന് പറഞ്ഞാൽ ഫാറ്റിൽ നിന്ന് കിട്ടുന്നതാണ്, അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഈ കാർബോഹൈഡ്രേറ്റ്സ് എസെൻഷ്യൽ അല്ല. നിങ്ങൾ ഫാറ്റും പ്രോട്ടീൻ കഴിച്ചാൽ തന്നെ നിങ്ങളുടെ ബോഡിൻ്റെ എല്ലാ എസെൻഷ്യൽ നീഡ്സും